കരിമംഗല്യത്തിന് ഏറ്റവും നല്ലൊരു ക്രീമാണ് റെഡ് സാൻഡൽവുഡ് ക്രീം. അത് മാത്രമല്ല എല്ലാ പാടുകളും മാറ്റുന്ന ഒരു ക്രീമാണിത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിറയെ പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്നത്, മെലാസ്മ എന്ന് പറയുന്നത് അല്ലേ. മെലാസ്മ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ അറിയാമെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ശരീരത്തിൻ്റെ അകത്തുനിന്നും വരുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ബോഡി നമ്മുടെ ഫേസിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെലാനിൻ ഒന്നിൻ്റെ മേലിൽ ഒരു ലെയർ അങ്ങനെ കട്ടി കൂടിയാണ് നമ്മൾക്ക് വലിയ തോതിൽ മെലാസ്മ ഉണ്ടാകുന്നത്. മെലാസ്മ ആദ്യം തന്നെ ചെറിയ ചെറിയ കുത്തുകളായിട്ട് വരികയും ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞാണ് അത് പടർന്ന് വലിയൊരു പാടായി മാറുന്നത്. പല തരത്തിലുണ്ടല്ലേ അത്, പല ഏജിലുള്ളവർക്കും ഉണ്ട്. ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകാം, ഷുഗർ ഉണ്ടെങ്കിൽ മെലാസ്മ ഉണ്ടാവാം, നമ്മൾ തലയിൽ തേക്കുന്ന ഹെയർ ഡൈയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. അങ്ങനെ പലതരത്തിലും നമുക്ക് പിഗ്മെൻറ്റേഷൻ ഫേസിലുണ്ടാകും. ഈ പിഗ്മെൻറ്റേഷൻ പോകാനായിട്ട് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളുണ്ട്, ഒരുപാട് കൂട്ടുകളുണ്ട്. അതിലേറ്റവും നല്ലത് റെഡ് സാൻഡൽവുഡ്, ജാതിക്ക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു റെഡ് സാൻഡൽവുഡ് ക്രീമാണ്. അതിനകത്ത് വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം തന്നെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. മുഖത്തുണ്ടാകുന്ന എല്ലാ പാടുകളെയും മാറ്റാൻ കഴിവുള്ള രക്തചന്ദനം റെഡ് സാൻഡൽവുഡ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് കോലരക്കാണ്. മുഖത്തിന് അത്രയും നിറം തരാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ത്രിഫലയാണ്. ത്രിഫല നമ്മളുടെ മുഖത്തുള്ള എല്ലാ പാടുകളെയും മാറ്റുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ജാതിക്കയുടെ പൊടിയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇരട്ടി മധുരത്തിന്റെ പൊടിയാണ്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്ന് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിനെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ആക്കി മിക്സ് ചെയ്യാണ്. കോലരക്ക് നമ്മളുടെ മുഖത്തിന് നല്ല മുഖകാന്തി ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ത്രിഫല എല്ലാവർക്കും അറിയാമായിരിക്കും. ത്രിഫല മുഖത്തിന്റെ എല്ലാ ഇംപ്യൂരിറ്റീസിനെ മാറ്റാനും ബ്ലെമിഷസിനെ മാറ്റാനും ഒക്കെ കഴിവുള്ളതാണ്. ജാതിക്ക കരിമംഗല്യത്തിന് ഏറ്റവും നല്ലതാണ്. മുഖത്തെ എല്ലാ പാടുകളും മാറ്റുന്നതും യൂത്ത്ഫുൾ ഗ്ലോ തരുന്നതും ഒക്കെയാണ് ജാതിക്ക. അതുപോലെ തന്നെ ഇരട്ടി മധുരം ഒക്കെ നമ്മൾക്ക് നല്ല കളർ തരാനും യൂത്ത്ഫുൾ ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ജോജോബ ഓയിൽ അല്ലെ ഹോഹോബ ഓയിൽ എന്ന് പറയുന്ന ഓയിലും റോസ് ഹിപ്പ് ഓയിലും സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടെയുള്ള മിക്സ് ആണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 hours ഇതിനെ ഇൻഫ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് ഇതിൽ നിന്നുള്ള എല്ലാ എസൻസും അതിന്റെ ഗുണങ്ങൾ എല്ലാം തന്നെ ആ ഓയിലിലേക്ക് ഇറങ്ങി വരും. നമ്മൾ ഇതിനെ അത്രയും മണിക്കൂറുകൾ വെച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ജോയിൻ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ഇതിനെ നമ്മൾക്ക് ഒരു ഫിൽറ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഫൈൻ ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ കൂടെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തരി ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന ഈ പേസ്റ്റ് ബദാമിന്റെയും ഉഴുന്നിന്റെയും കൂടെ മിക്സ് ആണ്. ഉഴുന്നും ബദാമും കൂടെ ഒരു രാത്രി മൊത്തം കുതിർത്തിട്ട് വെള്ളമില്ലാതെ അരച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ ഒരു 10 gram അലോവേറ ജെല്ലും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫ്ലഫി ആകുന്ന വരെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളുടെ റെഡ് സാൻഡൽവുഡ് ക്രീം നമ്മൾക്ക് കിട്ടുന്നത്. ഇത് നമ്മളുടെ ഫേസിലെ എല്ലാ മാർക്കുകളെ മാറ്റാനും ഫൈൻ ലൈൻസിനെ റിങ്കിൾസിനെ വരെ മാറ്റാൻ സഹായിക്കുന്നതാണ്. കരിമംഗല്യം എത്രയും പെട്ടെന്ന് മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണിത്. റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസിയോടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് അതിന്റെ പ്രയോജനം കിട്ടുന്നതാണ്. ഇതുപോലെ ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകും. കാരണം ബദാം ഉഴുന്നൊക്കെ നമ്മൾ റോ ആയിട്ട് അരച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറോ സ്ക്രീനിലെ നമ്പറോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ ഒരു പീനട്ട് സൈസിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ അത്രയ്ക്കും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? ഈ ക്രീം നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നസെൻസും അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഭൂഷണമായിട്ടുള്ള ആഭരണം ഒന്നുമല്ല കേട്ടോ. എല്ലാം അറിഞ്ഞിരിക്കണം, ടെക്നോളജി അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരിക്കലും നമുക്ക് ഇത്
ഇതറിയില്ല അതറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഭംഗിയല്ല, സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗവുമല്ല. എല്ലാം അറിഞ്ഞിരിക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സ്മാർട്ടായിട്ടുള്ള ഒരു ലിവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ നമ്പർ, ഇത് വാങ്ങാനുള്ള നമ്പർ ഡിസ്പ്ലേ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. പിന്നെ വീഡിയോയുടെ സമ്മറി നിങ്ങൾ ഷെയർ എന്ന് പറയുന്ന ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തൊരു സ്റ്റാർ പോലെ ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ സമ്മറി കാണാം. വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, വീഡിയോ എന്താണ് പറയുന്നത് എന്നൊക്കെയുള്ള ഒരു സമ്മറി യൂട്യൂബ് വളരെ ബ്രില്യൻ്റ് ആയിട്ട്, ഷോർട്ടായിട്ട്, നീറ്റായിട്ട്, പ്രിസൈസായിട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്ന്, ഒരു പാട് പോലും ഇല്ലാത്ത സ്കിന്ന്. അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിക്കുകയൊന്നും വേണ്ട. ഹൈപ്പർ പിഗ്മെൻറ്റേഷന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക, ഉള്ളിലേക്ക് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നല്ല മേക്കപ്പ് യൂസ് ചെയ്യാം. ഞാൻ നിറയെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല കൺസീലർ ഇടാം, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടാം, പിന്നെ ഇപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാം. ഒരുപാട് പ്രശ്നമൊന്നും ഫേസിലില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ കൺസീലർ അതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള തിരഞ്ഞെടുക്കണം. വെളുപ്പിച്ച് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെളുത്തവർക്ക് ചേരുന്ന പോലത്തെ കൺസീലർ നമ്മൾ എടുക്കരുത്. നമ്മളുടെ സ്കിന്നിന് ചേരുന്ന ഒരു ടോൺ ഉണ്ടാവും, അത് നമ്മൾ കടയിൽ ചെന്നാൽ അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തിരിക്കുന്ന പോലെ, നമ്മളുടെ മുഖവും കൈയും ഒക്കെ ഒരേ കളറിലിരിക്കുമ്പോഴാണ് നമ്മളുടെ സ്കിൻ്റെ കളർ അതാവുക. അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഫേസ് മാത്രം നിറയെ ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാനേ പാടില്ല. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ല ഒരു മരുന്നാണ് നമ്മളുടെ റെഡ് സാൻഡൽവുഡ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ മാറാനായിട്ട് റെഡ് സാൻഡൽവുഡ് വെള്ളത്തിൽ ഉരച്ച് മുഖത്ത് തേക്കുമായിരുന്നു. ഞാനൊക്കെ അങ്ങനെ തേച്ചിട്ടുണ്ട്. എനിക്ക് ചിക്കൻ ബോക്സ് വളരെ രൂക്ഷമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 10th പഠിക്കുമ്പോഴാണ് തോന്നുന്നു, ഭയങ്കരമായിട്ട്. അപ്പോൾ നമുക്ക് പാട് പോകാനായിട്ടൊക്കെ റെഡ് സാൻഡൽവുഡ് അരച്ചാണ് ചേർത്തത്. അങ്ങനെ നമുക്ക് മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാടുണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ നല്ലതാണ് റെഡ് സാൻഡൽവുഡ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ക്രീം റെഡ് സാൻഡൽവുഡ് ഉണ്ട്, അതിനകത്ത് ഉറുദാലുണ്ട്, ഉഴുന്നുണ്ട്, അങ്ങനെ എസെൻഷ്യൽ ഓയിലുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നുള്ളൊരു മിക്സ് ആകുമ്പോഴത്തേക്കും അത് നമ്മളുടെ മുഖത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പവർ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ എന്ത് തന്നെ നമ്മൾ ഫേസിലിട്ടാലും ഉള്ളിലോട്ടും കൂടെ നമ്മൾ എന്തെങ്കിലും കഴിച്ചാലാണ് അതിൻ്റെ പ്രകാശം ഫേസിലേക്ക് വരിക. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഡ്രിങ്ക്സൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. മാതളം പഴമൊക്കെ വളരെ നല്ലതാണ്, നെല്ലിക്ക ജ്യൂസ് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓവർ വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ പാവയ്ക്കായുടെ നീര് കഴിക്കുന്നതാണ്. പാവയ്ക്കായുടെ 4-5 ചെറിയ പീസ് മാത്രമാണ് ജ്യൂസ് അടിക്കേണ്ടത് മനസ്സിലാക്കുക. അതിലോട്ടൊരു ഹാഫ് ലൈം പിഴിഞ്ഞ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പേ ഉണ്ടായിരിക്കത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കഴിച്ചാൽ നല്ല. ഞാൻ അങ്ങനെ കഴിക്കുമ്പോൾ എപ്പോഴും ഒക്കെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ. സോ അങ്ങനെ നമുക്ക് പല രീതിയിൽ നമ്മളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമുക്ക് ഇതല്ലെങ്കിൽ അത് എന്നൊരു പരിഹാരം കണ്ട് ലൈഫിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യുന്നതോടും അല്ലെങ്കിൽ ക്രീം ഇടുന്നതിനോടും ഒപ്പം തന്നെ മേക്കപ്പും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല ഒരു എഫക്റ്റാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, നിറയെ പേരും ടിൻറ്റഡ് സൺസ്ക്രീനൊക്കെ ഇടുന്നവരുണ്ട്. പക്ഷെ അത് എപ്പോഴും നല്ലതല്ല. ഫേസിന് ബ്രീത്ത് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ഫേസിനെ കവർ ചെയ്ത് കൊണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമുക്ക് നല്ലതായിരിക്കും, മാക്സിമം ഒരു 1 year. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫേസ് പെട്ടെന്ന് തന്നെ ചുളിവുകൾ, പെട്ടെന്നായിരിക്കും നമ്മുടെ സ്കിന്നിന് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുക. ചുളിവുകൾ വരിക, റിങ്കിൾസ് വരിക, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും. ഇപ്പം എൻ്റെയൊക്കെയാണ് ഇവിടെ എൻ്റെ കുറച്ച് നിയർ ബൈ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അവരൊക്കെ എന്നെക്കാളും യങ് ആണ്. അവരെന്നോട് ചോദിക്കാറുണ്ട്, മാം ചുളിവുകളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്കൊക്കെ ചുളിവുകൾ വീണ് തുടങ്ങി, എന്താ ചെയ്യുന്നത്? അങ്ങനെ അതൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഫേസിലെടുക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. കെമിക്കൽസ് മീൻസ് ഞാൻ എല്ലാ കോസ്മെറ്റിക്സും ചീത്തയാണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കെമിക്കൽസ് വേറെ, കോസ്മെറ്റിക്സ് വേറെ. കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് നല്ല നല്ല കോസ്മെറ്റിക്സ് ഇഷ്ടം പോലെ ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കെമിക്കൽ പീലിങ്ങും
ചെയ്യുന്നവരും ബ്ലീച്ച് ചെയ്യുന്നവരും പാർലറിൽ പോയി ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് ഓരോ സിറമൊക്കെ ഒഴിച്ച് പീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും ഒരിക്കലും സിറം പോലുള്ള ഒരു അസിഡിക് എഫക്റ്റ് ഉള്ളത് ഒഴിച്ച് പീൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പലരെയും നമ്മൾ കാണുന്ന ഡെയിലി സ്ക്രീനിൽ കാണുന്ന സെലിബ്രിറ്റീസിനെ നോക്കിയാൽ തന്നെ അറിയാം അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫേസിൽ വട്ടത്തി കറുത്ത് വരും. പിന്നെ നമ്മൾ എപ്പോഴും കൺസീലറിനെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ഒന്നുമല്ലാതെ ഫേസിനെ നന്നായിട്ട് വെക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ഹെർബലായിട്ട് പോകുന്നത്, ഓർഗാനിക്കായിട്ട് പോകുന്നത്, നാച്ചുറലായിട്ട് പോകുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല. നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും. ചിലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഹെൽത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ ബോഡിയുടെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഒരു അളവനുസരിച്ച് ഇതിനൊക്കെ ഒരു വ്യത്യാസമുണ്ടാകും. പിന്നെ നമ്മളുടെ ഏജിൻ്റെ അനുസരിച്ച് ഇപ്പം 40+ ഉള്ളവരാണ് 35+ ഉള്ളവരാണ് ഉപയോഗിക്കുന്നതിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാകും. പിന്നെ ചിലർക്ക് 60s നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള നല്ല മെറ്റബോളിസം ഉള്ള ബോഡിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഇതൊക്കെയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. അപ്പോൾ ക്രീം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ. അങ്ങനെ പറ്റാത്തവർക്കായിട്ട് നമ്മൾക്ക് ഇത് അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ അതിനെ ഒന്നും കൂടെ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വാങ്ങിച്ച് നോക്കി ഉപയോഗിച്ച് നോക്കൂ. ഫേസിനെ ബ്രൈറ്റ് ചെയ്യാനും ഫേസിനെ വൈറ്റൻ ചെയ്യാനും, വൈറ്റൻ മീൻസ് നമ്മൾക്കുള്ള കളറിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാനും സഹായിക്കുന്നതാണ് നമ്മളുടെ ഈ റെഡ് സാൻഡൽവുഡ് ക്രീം. ഫേസിലുണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ടുകളെയും ബ്ലാക്ക് മാർക്കുകളെയും അല്ലെങ്കിൽ സൺ ടാനിനെയും ഒക്കെ മാറ്റി ഫേസിന് നല്ലൊരു റേഡിയൻ ഗ്ലോ തരുന്നതാണ് നമ്മളുടെ റെഡ് സാൻഡൽവുഡ് ക്രീം. നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എല്ലാം ഹെർബ്സ് തന്നെ. ഉഴുന്നൊക്കെ നല്ല ക്ലെൻസറാണ്, പോളിഷ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്കിന്നിനെ ഒന്ന് പോളിഷ് ചെയ്ത് നറിഷ് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് നമ്മൾ ഉഴുന്ന്. അതുകൊണ്ട് അതൊക്കെ ഉള്ള അടങ്ങിയ റെഡ് സാൻഡൽവുഡ് ക്രീമാണ് നമ്മുടെ. വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. വാങ്ങിക്കാനുള്ള നമ്പർ നമ്മൾ വീഡിയോ ത്രൂവിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോ കണ്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്പർ ഇങ്ങനെ വരും. നിങ്ങൾക്ക് അതിനകത്ത് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പർ നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രീം ഓർഡർ ചെയ്യാവുന്നതാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ല ഇനി എന്ത് തന്നെ നമ്മൾ സ്കിന്നിൽ വന്നാലും നമ്മൾക്ക് പരിഹാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് വേ ഓർ ദാറ്റ് വേ, ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ, എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ പരിഹരിക്കും. നമ്മൾക്ക് എല്ലാം മാറ്റി സന്തോഷമായിട്ട് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകാം. ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും മറ്റൊരു നല്ലൊരു കണ്ടന്റുമായി എന്നൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ.